നിങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതേ സമയത്ത് തന്നെ ഒരു ഷാർക്ക് കടലിനടിയിലെ ഇൻ്റർനെറ്റ് കേബിൾ കടിച്ചു മുറിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? യൂട്യൂബിൻ്റെ പ്രവർത്തനം നിന്നു പോകുമോ? അതുമാത്രമല്ല, ഇത്രയും വലിയൊരു കടലിനടിയിൽ എവിടെയാണ് ഈ തകരാറായത് എന്നെങ്ങനെ കണ്ടുപിടിക്കും? ഇനി അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അതെങ്ങനെയായിരിക്കും നേരെയാക്കുന്നുണ്ടാവുക? കഥകളുടെ മായാലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങി ലോകത്തിലുള്ള എല്ലാ ഇൻ്റർനെറ്റ് സേവനത്തിൻ്റെയും ട്രാഫിക്കിൻ്റെ 90% കടലിനടിയിലൂടെയുള്ള ഇൻ്റർനെറ്റ് കേബിളുകൾ വഴിയാണ്. സമുദ്രത്തിനടിയിലെ കേബിൾ നെറ്റ്വർക്ക് നമ്മൾ ചിന്തിക്കുന്നതിലും വലുതാണ്. ലോകത്തിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ കേബിൾ നെറ്റ്വർക്ക് 8000 മീറ്റർ താഴ്ചയിലാണ് സ്ഥാപിക്കുന്നത്. 5300 സ്ക്വയർ ഇഞ്ചാണ് അവിടുത്തെ പ്രഷർ. അതായത് ഒരു ആഫ്രിക്കൻ ആനയെ ഒരു മനുഷ്യൻ്റെ ചെറു വിരലിൽ വെച്ചാൽ എത്രത്തോളം ഉണ്ടാകുമോ അത്രയും വരും അത്. ഇത്രയും പ്രഷറിലൂടെ കടന്നു പോകുന്ന നെറ്റ്വർക്കിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം വരുന്നത് അസർബൈജാനും തുർക്ക്മെനിസ്ഥാനും ഇടയിലുള്ള ബ്ലാക്ക് സീയുടെ അടിയിലാണ്. ഏകദേശം 300 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ഏറ്റവും വലിയ ഭാഗം വരുന്നത് 6600 കിലോമീറ്റർ നീളമുള്ളതാണ്. മരിയ കേബിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഇവ അമേരിക്കയിലെ വെർജീനിയ ബീച്ചിൽ നിന്നും തുടങ്ങി അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു ചെന്ന് സ്പെയിനിലെ ബിൽബാവോയിൽ ചെന്നിട്ട് അവസാനിക്കും. ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ഈ കേബിളുകളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ കേബിളുകളുടെ ആകെ നീളം 14 ലക്ഷം കിലോമീറ്ററിൽ കൂടുതലാണ്. ഇത്രയധികം കേബിളുകൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും ചുറ്റിയാലും ഭൂമിയെ വീണ്ടും ചുറ്റാൻ ആവശ്യമായ കേബിൾ ബാക്കിയായിരിക്കും. ഇത്രയും നീളമുള്ള കേബിളുകൾ, അതും സമുദ്രത്തിൽ 8000 മീറ്റർ ആഴത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. വെറും 1 കിലോമീറ്റർ സ്ഥാപിക്കാനുള്ള ചിലവ് $25 ലക്ഷം. അപ്പോൾ 14 ലക്ഷം കിലോമീറ്റർ സ്ഥാപിക്കാൻ എത്ര ചിലവാകുമെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. എന്നാൽ എല്ലാത്തിനും ഉപരി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ലോകത്തെ മുഴുവൻ വയർലെസ്സായി ബന്ധിപ്പിക്കാൻ കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? യഥാർത്ഥത്തിൽ ലോകമെമ്പാടും 493 സബ്മെറൈൻ കേബിളുകളുണ്ട്. ഓരോ കേബിളിനും 4000 ടെറാബൈറ്റ് ഡാറ്റ കൈകാര്യം ചെയ്യാൻ കഴിയും. മാത്രമല്ല, ഒരു കേബിളിൽ 8 കോടി ആളുകൾക്ക് ഒരേ സമയം 4K സിനിമകൾ സ്ട്രീം ചെയ്യാൻ കഴിയും. ഇതുപോലത്തെ 493 കേബിളുകളുണ്ട്. ഇതിൻ്റെ സ്ഥാനത്ത് ഒരു സാറ്റലൈറ്റ് ആയിരുന്നു ജോലി ചെയ്തിരുന്നെങ്കിൽ ഒരു ഉപഗ്രഹത്തിൽ നിന്ന് 24,000 ആളുകൾക്ക് മാത്രമേ ഒരേ സമയം 4K സിനിമ കാണാൻ കഴിയൂ. അപ്പോൾ കൂടുതൽ ആളുകളുടെ ആവശ്യം നിറവേറ്റാനായി കൂടുതൽ സാറ്റലൈറ്റുകൾ സ്ഥാപിക്കേണ്ടി വരും. ഇതിന് കൂടുതൽ ചിലവും അറ്റകുറ്റപ്പണികളും ആവശ്യമാണ്. സമുദ്രത്തിനടിയിലെ കേബിളുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാറ്റലൈറ്റ് അറ്റകുറ്റപ്പണി കൂടുതൽ ചിലവേറിയതും വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഏതെങ്കിലും കാരണത്താൽ സാറ്റലൈറ്റിൽ ഒരു വലിയ തകരാർ സംഭവിച്ചാൽ അത് മാറ്റി സ്ഥാപിക്കാൻ ഏകദേശം $40 കോടി ചിലവ് വയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് കിലോമീറ്ററുകളോളം കടലിനടിയിൽ ഒരു കേബിൾ സ്ഥാപിക്കുന്നത്. സാറ്റലൈറ്റിനേക്കാളോ വയർലെസ് കണക്ടിവിറ്റിയേക്കാളോ കോടിക്കണക്കിന് ജിഗാബൈറ്റ് ഡാറ്റയാണ് ഈ അണ്ടർസീ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്നത്. എന്ന് കരുതി ഈ കേബിളുകൾ സാധാരണ ഫൈബർ കേബിളിനേക്കാൾ കട്ടിയുള്ളതായിരിക്കണമെന്നില്ല. മഞ്ഞയും കറുപ്പും നിറമുള്ള ഈ കേബിൾ ഒരു ഹോസ് പൈപ്പിൻ്റെ അത്രേ കട്ടിയുള്ളതുള്ളൂ. അതിലൂടെ കടന്നു പോകാൻ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഒരു മുടിനാരോളം നേർത്തതായിരിക്കണം. പക്ഷേ ചോദ്യം ഇതാണ്, ഇത്രയും നേർത്ത വയറിലൂടെ ഇത്രയധികം ഡാറ്റ എങ്ങനെ അയക്കുന്നു? മുടിനാര് പോലെ നേർത്ത വയറിനെ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്നാണ് വിളിക്കുന്നത്. ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒപ്റ്റിക്കിനെ കോർ എന്ന് വിളിക്കുന്നു. ചെറിയ പാക്കറ്റുകളായി ഡാറ്റ വഹിച്ചുകൊണ്ട് പ്രകാശം അതിലൂടെ കടന്നു പോകും. ആദ്യമായി കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ സഹായത്തോടെ വൈദ്യുത സിഗ്നലിൽ നിന്ന് ലൈറ്റ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ലേസർ ലൈറ്റ് അല്ലെങ്കിൽ LED വഴിയാണ് ട്രാൻസ്മിറ്റർ ഈ ജോലി ചെയ്യുന്നത്. ലൈറ്റ് സിഗ്നൽ പൾസ് രൂപത്തിലാണ് കൈമാറ്റം ചെയ്യുന്നത്. അതിൽ 2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, 0യും 1ഉം. പൾസ് ഉള്ളപ്പോൾ അത് 1ഉം, ഇല്ലാത്തപ്പോൾ അത് 0യുമാണ്. പ്രകാശം സഞ്ചരിക്കുന്നതിന് കൂടെ പൾസിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ് ജോലി. ഈ കോറിന് പുറത്ത് മറ്റൊരു ലെയറുണ്ട്. ലൈറ്റ് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും അതിൽ തട്ടി ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ ലൈറ്റ് സിഗ്നൽ ചെറുതായി വരും. അതുകൊണ്ട് ഓരോ 100 കിലോമീറ്ററുകളിലും റിപ്പീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവ വീണ്ടും ഈ ലൈറ്റ് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യും. ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിന് കോറുകൾ ഉണ്ടെങ്കിലും ഭൂകമ്പങ്ങൾ, ഷാർക്കിൻ്റെ ആക്രമണം, സമുദ്രത്തിനടിയിൽ അഗ്നിപർവ്വത സ്ഫോടനം ഇവയൊക്കെ കാരണം കേബിളുകളിൽ കേടുപാടുകൾ സംഭവിക്കും. പക്ഷേ കേബിളുകളിലെ കേടുപാടുകൾക്ക് മുഖ്യ കാരണം മീൻപിടുത്തമാണ്. മീൻ പിടിക്കാൻ കപ്പലുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ട്രോൾ വാതിലുകൾ ഉപയോഗിച്ചാണ് കപ്പലിൻ്റെ അടിത്തട്ടിലെ മത്സ്യങ്ങളെ വേട്ടയാടുന്നത്. ഈ ട്രോൾ വാതിലുകൾ അടിയിലേക്ക് അയച്ച് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചിടുകയും തുടർന്ന് മത്സ്യങ്ങൾ അതിൽ കുടുങ്ങുകയും ചെയ്യും. ഈ ട്രോൾ വാതിൽ അബദ്ധത്തിൽ കേബിളിൻ്റെ സ്ഥാനത്തെറിയുമ്പോൾ വലിച്ചിടൽ കാരണം കേബിളുകൾക്ക് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഇത്രയും വിജനമായ കടലിനടിയിൽ സബ്മറൈൻ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും നന്നാക്കുന്നുണ്ടാവുക? പക്ഷേ അറ്റകുറ്റപ്പണികൾ രണ്ടാമതുള്ള കാര്യമാണ്. ആദ്യമായി വരുന്നത് ഈ കേടുപാട് സംഭവിച്ചത് എവിടെയാണെന്ന് കണ്ടെത്തണം. സബ്മറൈൻ കേബിളിൻ്റെ 2 അറ്റത്തും കേബിളിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന ഡാറ്റാ സെൻറ്ററുകളുണ്ട്.
ഈ രണ്ടിൻ്റെയും കണക്ഷൻ തകരുമ്പോൾ സമുദ്രത്തിൻ്റെ ഇടയിൽ കേബിൾ തകർന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. കേബിൾ തകരാറായ കൃത്യമായ സ്ഥലം കണ്ടെത്താനായി ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപകരണം ഒരു പ്രകാശ പൾസിനെ അയക്കും. കേബിൾ തകർന്നതിനാൽ ആ പ്രകാശം തിരിച്ച് ബൗൺസ് ചെയ്യും. തിരിച്ചു വരുന്ന പൾസ് എത്ര സമയമെടുത്തു, എത്രത്തോളം പൾസ് ബാക്കിയുണ്ട്, ഇവയെല്ലാം കണക്കിലെടുത്താണ് എത്ര കിലോമീറ്ററിലാണ് കേബിൾ തകരാറായതെന്ന് കണ്ടെത്തുന്നത്. രണ്ടറ്റങ്ങളിൽ നിന്നും ഒരേപോലെ ഈ പ്രക്രിയ നടത്തുകയും രണ്ടിൻ്റെയും സ്ഥാനം ഒന്ന് തന്നെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യും. തുടർന്ന് ROV അഥവാ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ, അതായത് റിമോട്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കേബിൾ പുറത്തെടുക്കുകയും തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിനെ കുറിച്ചും അത് വരുന്ന വഴിയെക്കുറിച്ചും അതിലുണ്ടാകുന്ന തകരാറുകളെക്കുറിച്ചും നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും.